Hello friends, welcome back. I am Rajesh Balachandran. Investment and trading related fundamental and technical analysis video സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് ഉൾപ്പെടുന്ന വാല്യുവേഷൻ റേഷ്യോ ആയിട്ടുള്ള PEG അല്ലെങ്കിൽ പെഗ് റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കാം. പെഗ് റേഷ്യോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഇത് ഫണ്ടമെന്റൽ അനാലിസിസിൽ വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഇത് ഒഴിച്ചുകൂടാനാകാത്തതാണ്. കാരണം വിതൗട്ട് PEG റേഷ്യോ നമുക്കൊരു കമ്പനിയുടെ വാല്യുവേഷൻ നിർണ്ണയിക്കുക അത് വെറും മണ്ടത്തരമായിരിക്കും. PEG അഥവാ പെഗ് റേഷ്യോയുടെ ഫുൾ ഫോം പ്രൈസ് ഏർണിംഗ് ഗ്രോത്ത് റേഷ്യോ ആണ്. നമുക്കപ്പോൾ പെഗ് റേഷ്യോ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ അഥവാ PE റേഷ്യോ ഉപയോഗിച്ച് ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. PE റേഷ്യോ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. PE റേഷ്യോ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏർണിംഗ് പെർ ഷെയർ, PE റേഷ്യോ ഈ രണ്ട് കോൺസെപ്റ്റ് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ കോൺസെപ്റ്റുകൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കാർഡ്സിലും കൊടുത്തിട്ടുണ്ട്. PE റേഷ്യോ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഓവർ വാല്യൂഷൻ ആണോ അണ്ടർ വാല്യൂഷൻ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എന്തിനാണ് PEG റേഷ്യോ അഥവാ പെഗ് റേഷ്യോ കൂടി നോക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. ഒരു കമ്പനിയുടെ PE റേഷ്യോ ഉപയോഗിച്ച് ആ കമ്പനിയുടെ ഷെയർ വാല്യൂ അതിന്റെ പിയർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സെക്ടറിൽ ഹൈ PE ആണോ ലോ PE ആണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ കമ്പനിയുടെ PE റേഷ്യോ ആ കമ്പനി അർഹിക്കുന്ന PE റേഷ്യോ തന്നെയാണോ എന്ന്, അതല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആ കമ്പനിയുടെ PE റേഷ്യോ അത് തന്നെ ആകണമായിരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അത് കംപ്ലീറ്റ്ലി ഗ്രോത്തിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെയാണ് പെഗ് റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൈസ് ഏർണിംഗ് റേഷ്യോയെ ഗ്രോത്തുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു റേഷ്യോ ആയതുകൊണ്ടാണ് പെഗ് റേഷ്യോയ്ക്ക് ഇത്രയേറെ ഇമ്പോർട്ടൻസ് തരുന്നത്. ഇപ്പോഴും PE റേഷ്യോയും പെഗ് റേഷ്യോയും കൂടി ഒരുമിച്ച് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് മാത്രമേ സ്റ്റോക്ക് വാല്യുവേഷനിൽ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പെഗ് റേഷ്യോ എത്രത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ഫോർമുലയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരും, ക്ലിയർ ആകും. അതുകൊണ്ടാണ് ഫോർമുല ബേസിൽ നമ്മളിതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. PEG റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് PE റേഷ്യോ ഡിവൈഡഡ് ബൈ ഗ്രോത്ത് റേറ്റ് ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ്. ഫ്യൂച്ചർ ഏർണിങ്സ് ആണ് നമ്മളിവിടെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഏർണിങ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ഏർണിങ്സ് എത്രത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിളോട് കൂടി നോക്കാം. ഒരു കമ്പനി A എന്നെടുക്കുക. അതിൻ്റെ 4 വർഷത്തേക്കുള്ള ഒരു ഒരു ഫിനാൻഷ്യൽ സെറ്റ് ചെയ്യാം. അതിൻ്റെ EPS 100 ആയിരുന്നു ഇയർ 1, ഇയർ 2 125 ആയിരുന്നു. അതിനുശേഷം ഇയർ 3 156.25 ആയി. ഞാനിവിടെ 156.25 എടുത്തിരിക്കുന്നത് പെർസെൻറ്റേജ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ 25% വരെ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ 100 നിന്ന് 125 ആയപ്പോൾ 25% ആയി. 25 നിന്ന് 156.25 ആയപ്പോൾ 25% ആയി. PE റേഷ്യോ 20% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഇയർ 4 നമുക്ക് ഇതുവരെ ഫിനാൻഷ്യൽസ് ഒന്നും അവൈലബിൾ അല്ല, ഫ്യൂച്ചറാണ്. അത് നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോർമലി എക്സ്പേർട്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് പെർഫോമൻസിലൊക്കെ തന്നെ 25% ആയിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ കമ്പനി ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ആ 25% തന്നെ അടുത്തൊരു വർഷത്തേക്കും കൂടി ഉണ്ടാകുമെന്ന് തന്നെ അനുമാനിച്ചുകൊണ്ട് 25% ആണ് നമ്മൾ ഏർണിങ്സ് ഗ്രോത്ത് അവിടെ എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലാകുമ്പോൾ ആസ് പെർ ഫോർമുല 20% PE റേഷ്യോ 20 ഡിവൈഡഡ് ബൈ ഗ്രോത്ത് 25. അപ്പോൾ ഇവിടെ അപ്പോൾ കിട്ടുന്ന വാല്യൂ ബിലോ 1 ആണ്. അത് റേഷ്യോ 0.5നും 1നും ഇടയിലാണെങ്കിൽ ഫെയർലി പ്രൈസ്ഡ് എന്ന് അനുമാനിക്കാം. 0.5നും താഴെയാണ് പെഗ് റേഷ്യോ എങ്കിൽ നമ്മളത് സ്ട്രോങ് ബൈ ആയിട്ട് തന്നെ കണക്കാക്കണം. അതുപോലെ തന്നെ PEG റേഷ്യോ 2ഓ അതിന് മുകളിലേക്കോ ആണെങ്കിൽ സ്ട്രോങ് സെൽ സിഗ്നലാണ്. കാരണം കമ്പനിയുടെ ഗ്രോത്ത് റേറ്റിനേക്കാൾ വളരെ കൂടുതലാണ് അവിടെ കൊടുത്തിരിക്കുന്ന PE. അതുകൊണ്ട് അപ്പോൾ കമ്പനി ഓവർ പ്രൈസ്ഡ് ആണെന്ന് കമ്പനിയുടെ ഷെയർ ഓവർ പ്രൈസ്ഡ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം. അതൊരു സ്ട്രോങ് സെൽ സിഗ്നൽ തന്നെയാണ്. സിംപ്ലി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ PE റേഷ്യോ അതിൻ്റെ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലായാൽ ഓവർ പ്രൈസ്ഡ് എന്ന് പറയാം. കമ്പനിയുടെ PE റേഷ്യോ അതിൻ്റെ ഗ്രോത്ത് റേറ്റിനേക്കാൾ കുറവായാൽ നമുക്ക് ചീപ്ലി പ്രൈസ്ഡ് എന്നോ അല്ലെങ്കിൽ ലോവർ പ്രൈസ്ഡ് എന്നോ നമുക്ക് പറയാം. അപ്പോൾ പെഗ് റേഷ്യോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ആസ് യൂഷ്വൽ എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ പെഗ് റേഷ്യോയിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പോസിറ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പെഗ് റേഷ്യോയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
PEG ratio primarily depends on future forecasting. PEG ratio നമുക്കറിയാം, PEG ratio കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഫ്യൂച്ചർ ഗ്രോത്ത് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് പെർഫോമൻസ് എന്താണോ അത് തന്നെ ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു ഗസ്സിൻ്റെ പുറത്താണ് നമ്മൾ PEG ratio കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുക ഇമ്പോസിബിൾ ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ അത് തെറ്റാകാനുമുള്ള ചാൻസ് ഉണ്ട്. പാസ്റ്റ് പെർഫോമൻസ് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്ത് ഫ്യൂച്ചറിലും ഉണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതും അതും തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ PEG ratio ഡിവിഡൻഡ് പേ ഔട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഒരു കമ്പനി പേ ഔട്ട് ചെയ്യുന്ന ഡിവിഡൻഡ് അവർ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ ഇത് ഹൈ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് PEG ratio അത്ര എഫക്റ്റീവായിട്ട് വർക്കാകില്ല. അതുപോലെ തന്നെ PEG ratio ഹെവി അസറ്റ് കമ്പനീസ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സെക്ടറിലുള്ളതോ അല്ലെങ്കിൽ ഓയിൽ ആൻഡ് റിഫൈനറി സെക്ടറിലുള്ളതോ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിലുള്ള ഹെവി അസറ്റ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ സെക്ടേഴ്സ്, ആ സെക്ടേഴ്സിലും PEG ratio വെച്ചിട്ട് വാല്യുവേഷൻ നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് കഴിവതും പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ PEG ratio എന്താണെന്ന് അതിൻ്റെ പരിമിതികളും അതിൻ്റെ പ്രയോജനവും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ, ജയ് ഹിന്ദ്.